അപ്പോൾ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റുകളിൽ മാത്രം കിട്ടുന്ന ഒരു ചിക്കൻ 65ൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന 65. അത് ഇത്രയും രുചി ഉണ്ടാകുന്നുള്ള കാരണം എന്താണ്, അതിലുണ്ട വേണ്ട ചേരുവകൾ എന്താണ് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തത്. നിങ്ങളത് മാക്സിമം ഫുള്ളായിട്ട് കാണുക, അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ മാക്സിമം ശ്രമിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇട്ട് തരുന്ന റെസിപ്പി ആകട്ടോ. അപ്പോൾ അതായ രീതിയിൽ നിങ്ങൾ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാണ്. COVID-19 എന്ന് പറയുന്നൊരു മഹാമാരി ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ആരോഗ്യവകുപ്പും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നത് ഓരോ മനുഷ്യർക്ക് അവരുടേതായ ചിന്താഗതികളുണ്ടാകും, അവരുടേതായ രീതികളുണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, ഇവരൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം അല്ലേ. അപ്പോൾ ഈ സമ്പാദ്യം എന്ന നാളത്തേക്കുള്ള നീക്കിരിപ്പാണ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികളെ മനസ്സിലോർക്കുക, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ മനസ്സിലോർക്കുക. അങ്ങനെ ഓർക്കാനുള്ളൊരു ചിന്താഗതി നമ്മുടെ കൊണ്ടെങ്കിൽ നമ്മൾ ഈ മഹാമാരിയെ ധൈര്യമായിട്ട് നമ്മൾ നേരിടും. അപ്പം ഇതും കൂടി നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ വലിയ മനുഷ്യനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, ഞാൻ സാധാരണക്കാരനൊരു മനുഷ്യനാണ്. എന്തായാലും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെ എടുക്കും എന്നറിയത്തില്ല. എന്നാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ വരുന്ന ചിക്കൻ്റെ കുറച്ച് 65 പോലെ കട്ട് ചെയ്ത കുറച്ച് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. അത് നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. ക്രഷ് ചില്ലിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ചില്ലി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിന് പുളി ആവശ്യമാണ്. ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കണേ കുറച്ച് പുളി നമുക്ക് അത്യാവശ്യമാണ്. നമ്മളൊരു 1/2 നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നല്ലതുപോലെ നമ്മളൊന്ന് മിക്സാക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഇതിന് ശേഷമാണ് നമ്മുടെ ആവശ്യമുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തു. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 4/1 കോൺഫ്ലവർ, അത് നമ്മൾ ബൈൻഡിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ അത്. പിന്നെ ഒരു മുട്ടയുടെ പകുതി, ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ആ മുട്ടയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ പകുതി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതിനകത്ത് ഓവറായിട്ട് മസാല ഇടരുത് ഒരു കാരണവശാലും. കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒന്നും അധികം ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് ഡീപ് ഫ്രൈ ചെയ്യുന്ന സാധനമാണ്. ആ ഡീപ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മസാല ആദ്യം കരിഞ്ഞു പോകും.
അപ്പം സ്ലോ ഫ്ലെയിമിൽ ചെയ്താൽ പോലും തന്നെ ചിലപ്പോൾ മസാല ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ മസാല കൊടുക്കാവുള്ളൂ. നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ പെരുംജീരകവും ആ ഏലക്കായും കൂടെ ചേർത്ത് വെക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊന്ന് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. ഇതിനെ നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഓക്കെ, ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ചിലവരിനകത്ത് മൈദയും കോൺഫ്ലോറൊക്കെ ഒരുമിച്ച് ചേർക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കോൺഫ്ലോർ മാത്രം ചേർത്ത് ഒരു മുട്ട നല്ലതുപോലെ ഭാഗം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അത്രേ എടുത്തിട്ടുള്ളൂ നമ്മൾ കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട ഇട്ടാലും നല്ലതായിരിക്കും. ഒരു മുട്ട ഇട്ടാൽ മതി. പിന്നെ ഈ പറയുന്ന ഏലക്കായും പെരുംജീരകം എന്ന് പറയുന്ന ഏലക്ക 2 ഏലക്കായും ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം എടുത്താൽ മതി. ഇത്രയും 65 മസാല ഇടണമെങ്കിൽ. നമ്മളിപ്പോൾ 1 കിലോ ഇടണമെങ്കിൽ ഒരു 4-5 ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് നല്ലപോലെ പൗഡറാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏലക്കയുടെ തരി കിടന്നു കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറട്ടെ. സ്റ്റീവിൻ്റെ മസാല മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നമ്മളൊന്ന് 65 പീസ് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചു, ഒരു അലുമിനിയത്തിൻ്റെ ചട്ടി വെച്ചു കേട്ടോ. അതിലേക്ക് നമുക്ക് ചിക്കൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അത് കുറച്ച് തീ കുറച്ച് വെക്കുക കേട്ടോ. നല്ല തീയിലിട്ട് നമ്മൾ ഇടുമ്പോഴേ തന്നെ കരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നുമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും വെളിച്ചെണ്ണ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്ന് വൈഫിനോടും പിള്ളേരോടും പറഞ്ഞു. അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഞാൻ വറക്കുന്നത് കേട്ടോ. നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ചിലപ്പം വിട്ടുപോകും. ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കുക. വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏറ്റവും ബെറ്റർ ഇതായിരിക്കും അല്ലേ. അടിപൊളി. കണ്ടോ, മസാല ഒന്നും വിട്ടുപോയിട്ടില്ല. കണ്ടോ, നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു. ഇനി അപ്പുറത്തെ സൈഡോടൊന്ന് വേകട്ടെ അല്ലേ. അപ്പുറത്തെ സൈഡോടൊന്ന് വേകട്ടെ. ഇതിനകത്ത് കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഓവറായിട്ട് ചേർക്കാനും പാടില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ആ മസാല ചുമ്മാ നമ്മൾ ബോണ്ട തിന്നുന്ന പോലെ ബോണ്ട പോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 65 നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും കുറച്ചിട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്തിട്ട് നമുക്ക് അവനെയും കൂടി ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കാം അതിനകത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവനെ ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ചെറിയ പീസായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ആകരുത് ഈ ചിക്കൻ 65ൻ്റെ പീസ് കേട്ടോ. കാരണം ഓവറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു രുചി കിട്ടത്തില്ല. ഒരു ചെറിയൊരു സോഫ്റ്റി ഒരു ഒരു ജ്യൂസി മോഡൽ ചിക്കൻ ഇരുന്നാൽ നല്ല രുചിയുണ്ടായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന പീസും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം അല്ലേ. ബാക്കിയിരിക്കുന്ന പീസും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ ആദ്യം തീ കൂട്ടി വെക്കുക, ഇട്ടതിന് ശേഷം അതിന് തീ കുറച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഞാനത് അതുപോലെ തന്നെയാണ് ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, റെസ്റ്റോറൻറ്റ് നിങ്ങൾ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ മസാലയോ കാര്യങ്ങളോ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ചിക്കൻ കിട്ടത്തില്ല. ചിലപ്പോൾ ഓവറായിട്ട് മസാലകളൊക്കെ പൊതിഞ്ഞ് ബോണ്ട പോലെ ആയിപ്പോവും. ഇതുകൊണ്ട് നമ്മളൊക്കെ ചിക്കൻ ഓരോ പീസ് എടുത്ത് നോക്കിയാൽ അത് കറക്റ്റ് ലെവലിലായിരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് ലെവൽ, കറക്റ്റ് മസാലയും കാര്യങ്ങളൊക്കെയാണ്. ആ ക്രഷിലൊക്കെ അതേപോലെ തന്നെ അതിൽ ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. ഓവറായിട്ട് മസാല ആയിക്കഴിഞ്ഞ് ക്രഷിലൊക്കെ അതിനകത്തോട്ട് പോകും. അതൊരു നമ്മൾ ബോണ്ട തിന്നുന്ന പോലെ തന്നെ അവസാനം ക്രഷിൽ എരിവോടുകൂടി കഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് എരിവ് അധികം അനുഭവപ്പെടത്തില്ല, എന്നാലും നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങളിത് വീടുകളിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് റെസ്റ്റോറൻറ്റിലെ ചിക്കൻ 65 കഴിക്കാൻ പോകുന്നത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ മേലെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന ഓരോരോ ഡിഷുകളും നിങ്ങൾ അതാത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ എടുക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ അച്ഛൻ അമ്മ അവരുടെ കൂട്ടുകാർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതോടെ വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് കുമാർ.